എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. കുറേ ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയും കാണണം. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തത്, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തും കൂടെ ഇട്ടേര്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കേന്ദ്ര ഒരു നിയമനങ്ങളാണ് നോക്കിയത്. 10 നിയമനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് നോക്കിയത്. ഈ ക്ലാസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സെഷൻ ഇത് വെക്കുന്നുണ്ട്. അതായത് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കേന്ദ്ര നിയമനങ്ങൾ, അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് പേര് മാറി വന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ. അത് നമ്മൾ അവസാനം നോക്കും. ഇപ്പോൾ നമ്മൾ മൊത്തം കേന്ദ്രത്തിലെയും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഒന്നാമതായിട്ട് ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാമോ? ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അമ്പലവയൽ. അതിന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുറച്ച് ഇഞ്ചി കൃഷിയുള്ള വലിയൊരാളാണ്, നിങ്ങൾ വലിയ സെറ്റപ്പാണ്. അപ്പോൾ ഇഞ്ചി കൃഷിയൊക്കെ ഉള്ള ആളാണ് നിങ്ങൾ. അപ്പോൾ ഇഞ്ചിയുള്ള സ്ഥലത്ത് കുറച്ച് വയലുണ്ട്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ ഓർത്തേക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർക്കാം, ഇഞ്ചി വയൽ നോർത്താൽ സംഭവം കിട്ടി. അപ്പോൾ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, ഇഞ്ചി വയൽ നോർത്താൽ അമ്പലവയൽ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സാധനം തന്നെയാണ് അടുത്തത്. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചുണ്ടയിൽ. കാപ്പി എങ്ങനെയാണ് നമ്മൾ കുടിക്കുന്നത്? ചുണ്ട് വെച്ചിട്ട്. അപ്പോൾ കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടയിൽ. അത് ഈസിയുള്ള സംഭവമാണ്. ഇത് രണ്ടും നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. ഇനി അടുത്തത് നാളികേര ഗവേഷണ കേന്ദ്രം. ഈ നാളികേര ഗവേഷണ കേന്ദ്രം നിങ്ങൾ പറയുമ്പോൾ നാളികേര മ്യൂസിയം ഉണ്ട്, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്, പിന്നെ നമ്മുടെ നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്, അത് എനിക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മാറിപ്പോയത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് കേരള നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്, നാളികേര മ്യൂസിയം ഉണ്ട്. അപ്പോൾ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് കേരള നാളികേര, ഇതൊക്കെ കേരളത്തിൻ്റെയാണ്. അപ്പോൾ കേരള നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാലരാമപുരം, തിരുവനന്തപുരമാണ്. എവിടെയാണ്? ബാലരാമപുരം, തിരുവനന്തപുരമാണ്. ഓക്കെ. ഇനി മെയിനായിട്ടുള്ള സംഭവമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം. ഇത് കുറേ എക്സാംസിന് ചോദിക്കാറുണ്ട്. കാരണം ഈ നെല്ല് ഗവേഷണ കേന്ദ്രം ഓർമ്മല്ല, 4 ഉണ്ട് കേരളത്തിൽ തന്നെ. അപ്പം ആൾക്കാർക്ക് ഒരു മിസ്റ്റേക്ക് വരാറുണ്ട് പൊതുവെ. അതായത് ഈ 4 പഠിക്കാത്തവർക്ക് അതിൻ്റെ അതൊന്നും പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചേക്കാം. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ: മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില, കായംകുളം. ഏതാണ്? മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില, കായംകുളം. അതിന് ഒരു കോഡ് പറഞ്ഞുതരാം. MPVK എന്നങ്ങ് പഠിച്ചാൽ മതി. മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില, കായംകുളം, MPVK. അത് കിട്ടിയില്ല, അത് സെറ്റായി, അവിടെ സെറ്റായി. ഇനി അടുത്തത് നമ്മൾ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളതാണ് കാർഷിക സർവകലാശാലേൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യാം. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. വേറെ എവിടെ നമുക്ക് ചെയ്യാം? ഇപ്പോൾ പുതിയ കൃഷി രീതികളുണ്ട്. എന്നാൽ പോലും കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മൾ മണ്ണിലാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്താൽ എന്താണ്? കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന മണ്ണുത്തി എവിടെയാണ്? തൃശ്ശൂർ. അപ്പോൾ അതവിടെ സെറ്റായി, അതിൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, സെറ്റ്. ഓക്കെ. ഇനി അടുത്തത് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കൈതച്ചക്ക നിങ്ങൾക്ക് അറിയില്ല, പൈനാപ്പിൾ. അതിന് പല പേരുണ്ട് പല സ്ഥലത്തിൽ. നമുക്ക് പൈനാപ്പിൾ, കൈതച്ചക്ക എന്ന് ഓർത്തില്ല. വേറെ എന്തെങ്കിലും പേര് നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് 3 സ്ഥലത്തുണ്ട്. അതും നമ്മൾ നോക്കിയിരിക്കണം. ഇപ്പോൾ നേരത്തെ നെല്ലിൻ്റെ കേസ് പറഞ്ഞ പോലെ അടയ്ക്ക ഗവേഷണ കേന്ദ്രം 3 സ്ഥലത്തുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതൊക്കെ ആയിരിക്കും എടുത്ത് ചോദിക്കാൻ സാധ്യത. കാരണം 3 സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഓട് വേണോ അല്ലെങ്കിൽ അതിലൊന്ന് മാച്ച് ചെയ്യാനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. പാലക്കാട്, തിരുവനന്തപുരം, പീച്ചി. അത് നമ്മൾ കാണാപ്പാടം പഠിക്കുക, അല്ലാതെ ഇനി വേറെ കോഡ് കിട്ടിയില്ല. അപ്പോൾ കാണാപ്പാടം പഠിച്ചേക്കാം. പാലക്കാട് എല്ലാത്തിനും കോഡ് പഠിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചെണ്ണം കോഡ് പഠിക്കുക, അല്ലാത്തത് നമ്മൾ കാണാപ്പാടം തന്നെ പഠിക്കുക. പാലക്കാട്, തിരുവനന്തപുരം, പീച്ചിയാണ് അടയ്ക്കേണ്ട ഗവേഷണ കേന്ദ്രം. ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം. ഇത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സങ്കരയിനത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുരുമുളകിൻ്റെ സങ്കരയിനം എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ കുരുമുളകിൻ്റെ ഗവേഷണ കേന്ദ്രം ഏകദേശം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ്. പന്നിയൂർ എവിടെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ. ഓക്കെ. ഇനി അവസാനത്തെയാണ് എന്ന് പറഞ്ഞാൽ ഈ സെഷനിലെ അവസാനത്തെയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്രങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അടയ്ക്കേൻ്റെ കേസൊക്കെ പറഞ്ഞ പോലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ. 2 ഉണ്ട്. ആനക്കയമുണ്ട്, മാടക്കത്തറയുണ്ട്. ആനക്കയ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ്. അങ്ങനെ അപ്പോൾ ആനക്കയമുണ്ട്, മാടക്കത്തറയുണ്ട്.
അപ്പോൾ നമ്മൾ ഇനി കുറച്ച് എന്താണ് ഗവേഷണ സ്ഥാപനങ്ങൾ തന്നെ ഫെഡ് പോലുള്ള സ്ഥാപനങ്ങൾ, അത് കേര ഫെഡ്, ബി ഫെഡ്, സെറി ഫെഡ്, അങ്ങനത്തെ സ്ഥാപനങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം കേര ഫെഡ് നോക്കാം. കേര ഫെഡ് പേര് പറയുന്ന പോലെ തന്നെ എന്താണ് തെങ്ങിൽ നിൽക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ അങ്ങനത്തെ ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം, അതിനൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ ഒരു സ്ഥാപനമാണ് എന്താണ് കേര ഫെഡ്. കേര ഫെഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് പർട്ടിക്കുലറായിട്ട് ചിലപ്പോൾ പ്ലേസ് ചെയ്യും, ഇല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് തന്നെയായിരിക്കും ചോദിക്കുക. അതായത് അതിൻ്റെ ഉത്തരം തിരുവനന്തപുരം. എവിടെയാണ് കേര ഫെഡ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ തിരുവനന്തപുരമാണ് ഉത്തരം. കേര ഫെഡിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കേര ഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വെള്ളയമ്പലമാണ്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം. ഓക്കെ, അത് സെറ്റായിരുന്നു. നമ്മൾ അടുത്ത് നോക്കുകയാണ് ബി ഫെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇതിലെ എന്താണ് നമ്മുടെ തേനീച്ചേൻ്റെ ഒക്കെ ഒരു പരിപാടി. അതിൻ്റെ അവിടെ തേനീച്ച നമുക്ക് എന്താ കിട്ടുന്നത്? തേനാണ്. തേനിൻ്റെ ഉൽപ്പന്നമാണ്. അതിൻ്റെ വിപണനവും അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒരു സെൻറ്ററാണ് എന്താണ് ബി ഫെഡ് പഠിക്കുകയാണെങ്കിൽ, അതായത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് ബി ഫെഡ്. അല്ല, പാപ്പനംകോടാണ് പ്രോപ്പർ പ്ലേസ്. അപ്പോൾ ബി ഫെഡ് പഠിക്കാൻ വേണ്ടി ഒരു കോഡ് വന്നുതരാം. അതായത് നിങ്ങളുടെ പാപ്പൻ ഒരു ബി ആണ്. പാപ്പൻ ബി പാപ്പൻ ബി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ പാപ്പൻ്റെ പേര് ബി ആണെന്ന് ഓർത്ത് വെച്ചില്ല. പാപ്പൻ ബി. അപ്പോൾ പാപ്പൻ ബി എന്ന് പറഞ്ഞാൽ എന്നാലും ബി ഫെഡ് പാപ്പനംകോട്. ബി ഫെഡ് പാപ്പൻ എന്തായാലും കിട്ടില്ലോ. പാപ്പനംകോട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് സെറ്റായിരിക്കും. അപ്പം അങ്ങോട്ട് സെറ്റായിരുന്നു. ഇനി സെറി ഫെഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആയിട്ട് ബന്ധപ്പെട്ട പരിപാടി, അതിൻ്റെ തിരിച്ച് അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ പരിപാടി. സെറി ഫെഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. അത് നമുക്ക് അതിൻ്റെ തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് വെച്ചാൽ പട്ടമാണ്. തിരുവനന്തപുരത്ത് പട്ടം. സെറി ഫെഡ് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് പട്ടമാണ്. പട്ടം നമുക്ക് സുപരിചിതമായ സ്ഥലമാണ്. PSCയുടെ സെൻറ്റർ, അത് മെയിൻ ആയിട്ടുള്ള സെൻറ്റർ തിരുവനന്തപുരം പട്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാം നോക്കി: കേര ഫെഡ്, ബി ഫെഡ്, സെറി ഫെഡ്. ഈ ഒരു ഫെഡ് കൂടെ ഉണ്ട്, മത്സ്യഫെഡിൻ്റെയും സെൻറ്റർ തിരുവനന്തപുരമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫാക്ടിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ. ഫാക്ടിൻ്റെ കേന്ദ്രം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ എവിടെയാണ്? എറണാകുളം. ഓക്കെ, എറണാകുളത്താണ്. ഇനി ജലമ്യൂസിയം കുന്നമംഗലം, കോഴിക്കോട്. ജലമ്യൂസിയമാണ് കുന്നമംഗലം, കോഴിക്കോട്. അപ്പോൾ നെക്സ്റ്റ് കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ. കരിമ്പിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങൾ അത് നമ്മൾ നേരത്തെ വിളിച്ച അടയ്ക്ക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചും. അടയ്ക്ക ഗവേഷണ കേന്ദ്രമല്ലോ, കേന്ദ്രങ്ങളാണല്ലോ, അത് ഓർക്കാൻ ശ്രമിക്കണം. തിരുവനന്തപുരം പീച്ചി, പിന്നെ എവിടെയാണ്? തിരുവനന്തപുരം പീച്ചി, അത് നോർത്ത് കമന്റ് ചെയ്യണം കേട്ടോ, എവിടെയാണ്. പിന്നെ നമ്മൾ നെല്ലി ഗവേഷണ കേന്ദ്രമുണ്ട്, മങ്കൊമ്പ്, പട്ടാമ്പി, അത് കമന്റ് ചെയ്യണം കേട്ടോ, ഏതാണ് വേറെ രണ്ടെണ്ണമുണ്ട്. തിരുവനന്തപുരം പീച്ചി ഒരെണ്ണമുണ്ട്, നെല്ലി ഗവേഷണ കേന്ദ്രം, മങ്കൊമ്പ്, പട്ടാമ്പി ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ രണ്ടെണ്ണമുള്ളത്. ഒന്ന് മേനാൻപാറ, പിന്നെ തിരുവല്ല. ഈ മേനാൻപാറ പാലക്കാട്, തിരുവല്ല നമ്മുടെ പത്തനംതിട്ടയാണ്. മേനാൻപാറ, പാലക്കാട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എല്ലാവർക്കും എന്താണ് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ നേരത്തെ കുരുമുളകിൻ്റെ കേസ് പറഞ്ഞ പോലെ, പന്നിയൂർ പറഞ്ഞ പോലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ കൃഷിക്കാർ ഏറ്റവും കൂടുതലുള്ള കോട്ടയത്താണ് നമുക്കൊരു ധാരണ ഉണ്ട്. അത് ധാരാശേരി തന്നെയാണ്. കാരണം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്ന കോട്ടയത്താണ്. ഇനി നെക്സ്റ്റ് ഏലം ഗവേഷണ കേന്ദ്രം. ഇത് കേരളത്തിൻ്റെ ഏലം ഗവേഷണ കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിൻ്റെ അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. കേരള ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറയാണ്. ഇത് നമുക്ക് ജനറലായിട്ട് പൊതുവായിട്ടുള്ള ഒരു തത്വം അനുസരിച്ച് നമുക്കൊരു കോഡ് പഠിക്കാം. അത് കേരളത്തിൽ പാമ്പുകളൊക്കെ കൂടുതലാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. കേരളത്തിൽ വെച്ച് പാമ്പുകൾ കൂടുതലാണെന്നുള്ള ലെവലിൽ പഠിച്ചു കൊടുക്കാം. അപ്പോൾ പാമ്പാടുംപാറ. ഇനി കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം ഇതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു പോകാം. കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറയാണ്. രണ്ട് പാറകളാണ്, അപ്പം മാറിപ്പോകും. അപ്പം അതിനാണ് നമ്മളൊരു കോഡ് പറഞ്ഞത്. കേരളത്തിലെ ഏല ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. ഓക്കെ, കേരളത്തിൽ പാമ്പുകൾ കൂടുതലാണ് ഓർത്ത് വെച്ച് നോക്കും. ഇതിന് നെഗറ്റീവായിട്ടുള്ള നമുക്ക് പഠിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ മയിലാടുംപാറ. അപ്പം അതിന് ഒരു കോഡ് വരുന്നത് ദേശീയ പക്ഷി മയിലാടുമ്പോൾ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം, മയിലാടുംപാറ. ഓക്കെ, ഇനി അടുത്തത് അതുകൊണ്ട് എഴുതിയത് കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളോട് പറഞ്ഞ് നമ്മൾ ആ നിയമനങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നിയമനം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ് വൈകിട്ട്. അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രദ്ധിച്ചേക്കാം, ഇത് ആൾക്കാർക്ക് മാറി പോകുന്നതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. പിന്നെ അത് നിങ്ങൾ കാണാപ്പാട് പഠിക്കണം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. അത് കിഴങ്ങ് ശ്രീ എന്ന് പഠിച്ചത്, കിഴങ്ങ് ശ്രീ. അപ്പോൾ നമുക്ക് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ് കിട്ടും.
ഇനി നമുക്ക് കേന്ദ്രത്തിലെ മറ്റേ അപ്പോയിൻമെൻറ്റ്സ് പറയാൻ പറഞ്ഞില്ലേ, കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അത് ICC ചെയർമാൻ ക്രിക്കറ്റിൻ്റെയൊക്കെ ICC ചെയർമാൻ ജയ്ഷയാണ്. നമ്മുടെ അമിത്ഷാൻ്റെ മോനായിട്ടുള്ള ജയ്ഷയാണ് ICC ചെയർമാൻ. പിന്നെ BCCI നമുക്കറിയാം ക്രിക്കറ്റിൻ്റെ. BCCI പ്രസിഡന്റ് റോജർ ബിന്നി, BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. BCCI പ്രസിഡന്റ് റോജർ ബിന്നി, BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ഓക്കെ, അതവിടെ സെറ്റ് ആയിട്ടുണ്ട്. BCCI പ്രസിഡന്റ് റോജർ ബിന്നി, BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ചില ടൈറ്റ് പേരാണ്. നമ്മൾ മറ്റേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ദേശീയ വനിതാ കമ്മീഷൻ്റെ വിജയ് കിഷോർ രത്തേക്കർ, അതൊക്കെ ഓർത്ത് വെക്കണം, അതൊക്കെ ചോദിക്കും. പിന്നെ ഇന്ത്യയിലെ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം PT ഉഷയാണ് ഇന്ത്യയിലെ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇന്ത്യയിലെ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ആദ്യത്തെ വനിത കൂടിയാണ് PT ഉഷ. ഓക്കെ, അതാണ് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിയമനങ്ങൾ. പിന്നെ അടുത്തൊരു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു നിയമനം ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ദിവസം മാറി വന്നിട്ടുണ്ട്. സെബിയുടെ നമ്മൾ ചെയർമാനാണെന്ന് പറഞ്ഞത് മാധവിപുരി ബച്ചനെയാണ്. മാധവിപുരി ബച്ചൻ മാറി ഇപ്പോൾ തുഹിൻ കാന്ത് പാണ്ഡെ കേന്ദ്രത്തിൻ്റെ നിയമനത്തിൽ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻസിനെ കുറിച്ചാണ്. വൈറ്റമിൻസിൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണാറുണ്ട്, അല്ലാതെയും കാണാറുണ്ട്, സിംഗിളായിട്ടും കാണാറുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് AO EO അല്ലെങ്കിൽ DO അതിൻ്റെ അകത്ത് ഉള്ള ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഫുൾ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ജലത്തിൽ ലയിക്കുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് സെപ്പറേറ്റ് ആക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരു പക്കാ ക്ലാസ്സായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.